मंगलूर तक जनक पर आती है। ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ് മുക്കൊഞ്ചിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. ഞാനപ്പോൾ നിലവിലിപ്പം പിറവർ റോഡ് സ്റ്റേഷൻ്റെ വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ വീണ്ടും നമ്മുടെ റിവർ ഹുക്കർ അബീത് ബ്രോയിൻ്റെ അടുത്തോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രോയുടെ അടുത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് അവരെ ശരിക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് അവരെ നന്നായിട്ട് പരിചയപ്പെടുത്താനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അതുപോലെ നമുക്ക് ചൊവ്വിന് നമുക്കൊരു ഫിഷിങ് ഒന്ന് ഫുള്ളായിട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ ക്യാമറമാനും കൂടെ കൂടിയിട്ട് നമ്മൾ നമ്മുടെ റിവർ ഹുക്കേഴ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ഇവിടുന്ന് ബസ്സുണ്ട്, ഇവിടുന്ന് ബസ് കയറി നമുക്ക് പുള്ളിയുടെ അടുത്തോട്ട് എല്ലാം എന്നിട്ട് ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. കാരണം ഇപ്പോഴും ഇപ്പോഴേ ബസ്സില്ലെന്നാണ് ഒരു വണ്ടിക്കാരൻ. ഒരു ബസ് നമ്മൾ കയറിയായിരുന്നു. ആ ബസ്സൊക്കെ കയറിയപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞ് ഇപ്പോഴേ അങ്ങോട്ടുള്ള ബസ്സില്ല. അതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ അങ്ങോട്ട് പോവാണ്. ഗോവയുടെ വീടിൻ്റെ അവിടെ വരെ നമുക്ക് ഈ ഓട്ടോ ചെല്ലും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ കഴിച്ച് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ നമ്മുടെ മച്ചാനും ഇവിടെ തന്നെ. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ ക്യാമറ. ഹായ്, നമുക്കുണ്ടല്ലോ ഈ കിലോ അപ്പുറത്ത് ഇടാം. നമ്മുടെ അൻവർ ഭായി ഉണ്ട് കേട്ടോ. അൻവർ ഭായിയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രണ്ടുപേരും കൂടാണ് റീലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു പോക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ എന്തെങ്കിലും പിടിക്കുമെന്നുള്ള ഒരു ഇതിലിറങ്ങുവാണ്. അതുപോലെ നമ്മുടെ ടീം മൊത്തം ഉണ്ട് കേട്ടോ. അതുപോലെ ഇതാണ് നമ്മുടെ പുതിയ ക്യാമറമാൻ. അപ്പം വീഡിയോ അപ്പോൾ നമ്മൾ നമ്മുടെ മച്ചന്മാരെല്ലാവരെയും കൂട്ടി നമ്മൾ നേരെ പോവാണ്. ഇവിടെ ഇങ്ങനെ ട്രോളിങ് ചെയ്ത് പോയിട്ട് കായലിൽ പോവല്ലേ. ട്രോളിങ് ചെയ്ത് കായലിൽ പോവാണ്. അതിൻ്റെ കൂടെ നമ്മൾ പനഞ്ചൂണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രോ, വറ്റ പിടിക്കാനായിട്ടാണ്. അപ്പം ഇന്ന് അതുകൂടെ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും. നമുക്കെന്തായാലും നേരെ പോയിട്ട് പരിപാടി അങ്ങോട്ട് നടത്താം. അടിച്ചു പോണേ ഹെവി. ഇപ്പൊ ഇവിടെ മീനടിച്ചിടാന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്ക് അടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ വീണ്ടും മാസ്റ്റർ ബ്ലാസ്റ്റർ വന്നാലേ പണി നടക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് കയറുക. സാധനം കിട്ടില്ല ചപ്പല്ലി. എന്റെ മോനെ അതാ പറഞ്ഞു, നല്ല സൈസ് ചപ്പല്ലി. നമുക്ക് അങ്ങനെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ മീൻ കേട്ടോ. അതും നല്ല കിടിലൻ ചമ്പല്ലി, ഒരു സീൻ സാധനം. പൊളി പൊളി പൊളി. നമ്മുടെ ലുക്കാനയുടെ മാസ്റ്റർ ബ്ലാസ്റ്റർ റോഡേല് കൊള്ളാം, പൊളി. താങ്ക് യു. വീണ്ടും തകർത്തു. ഓ നൈസ് സാധനം കേട്ടോ. എന്റെ പല്ലൊക്കെ കണ്ടോ. കരുത്തി ലൂറ
സെയിം ലൂറ്. കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് വാള അടിച്ചപ്പോഴും എനിക്ക് ഈ ലൂറെ തന്നെയാണ് കേട്ടോ മീൻ കിട്ടിയത്. ഇത് ലക്കി ലൂറാണ്. ബ്രോ എന്നോട് ആദ്യം വന്നപ്പോഴും പറഞ്ഞു ഇതെടുത്തിട്ടോളാൻ പറഞ്ഞു. കൊള്ളാം, പൊളി സാധനം. ഇതിന് എവിടെ എടുത്തേ? അപ്പൊ നമ്മൾ ഈ ചെമ്പല്ലി അടിച്ചത് ലീഡർ ലൈൻ ഇല്ലാതാണ് കേട്ടോ. അപ്പൊ ബ്രോ ഇപ്പോഴാണ് അത് കണ്ടത്. അതിന് ഇവിടെ സാധാരണ ലീഡർ ലൈൻ ഇല്ലാതെ അടിക്കത്തില്ല, മീൻ പൊട്ടിക്കുക എന്നാണ് പറയുന്നത്. കൺഫേം ആയിട്ടും പൊട്ടിക്കും. ചിലപ്പോൾ ഇതിൽ അക്കിന് കിട്ടിയതായിരിക്കും കേട്ടോ. അതെ അതെ അതെ, അത് കിട്ടിയതൊരു നല്ല ജൈന്റ് സാധനം തന്നെ കിട്ടി കേട്ടോ. പൊളി. അപ്പൊ നമ്മളിനി ബാക്കി ട്രോളിങ് തുടരാണ് കേട്ടോ. എന്റെ ട്രോളിങ്ങിലെ രണ്ടാമത്തെ മീൻ ഇവിടെ വന്നിട്ട് തന്നെ രണ്ടാമത്തെ മീൻ കേട്ടോ. പൊളി ഫിഷിങ്, ഒരു രക്ഷയില്ല. നമ്മുടെ ലൂറ് കുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രോ അതെടുക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു കമ്പ് എടുത്തിട്ട്, വലിയ മുളകമ്പ്. ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ് ആണല്ലേ? ഓക്കെ, നമുക്കപ്പം അതെങ്ങനെ എടുക്കുന്നതെന്നൊക്കെ. ഇതിങ്ങനെ മുളയുടെ തുമ്പത്തിങ്ങനെ വെച്ച് കെട്ടും കേട്ടോ. ശരിക്കും ഇതല്ലായിരുന്നു ഇതിന്റെ അറ്റത്ത്, ഇതൊരു ഹുക്ക് പോലത്തെ ഐറ്റം ഉണ്ടായിരുന്നു. ഇതിപ്പോ അച്ഛൻ നൈസാരെടുത്ത് തോട്ടിയാക്കിയതാ. ഏതായിട്ടും നമുക്ക് ആ ലൂറിപ്പോൾ എടുക്കുന്നതാണ്. കിട്ടിയോ? ആ, കൊള്ളാം 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 കൊള്ളാം. ഈ പരിപാടി കൊള്ളാം കേട്ടോ. നിങ്ങൾ ഫിഷിങ്ങിന് വന്നവർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു സാധനം എടുത്തിട്ട് ഈ സംവിധാനം ചെയ്ത് നോക്കിയോ. ഇത് കൊള്ളാം. ഇതാകുമ്പോൾ ലൂറും പോകത്തില്ല, സാധനം കിട്ടുകയും ചെയ്യും കേട്ടോ. കിട്ടില്ല സാധനം. 5 രൂപ കീച്ചി അവനെ ഒതുക്കി കളഞ്ഞ്. നല്ല ജൈന്റ് സാധനം കേട്ടോ, അടിപൊളി. ഒരു ചുമല ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അല്ലേ? അതിന്റെ കണ്ണ് കണ്ടോ, രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്. ലൈറ്റ് അടിച്ചിരിക്കുന്നോട്ട് ലൈറ്റ് അടിച്ചിരിക്കുന്നോട്ട് കാണാൻ. ഹെവി ഹെവി. പൊളി പൊളി. നമ്മുടെ മൂന്നാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്, ചെമ്പല്ലി. നല്ല മീനാട്ടോ. വീഡിയോ എടുത്തേ. സാധനം ലൂറെടുത്തേക്കണ കയ്യേ ബാക്കി വന്നെടുക്കാം. അങ്ങനെ ഒരിക്കലും പൊട്ടും. സാധനം ഹുക്ക് അടിച്ച് നല്ല കണ്ണമായിട്ടോ കയറിയേക്കണേ. പോയെ അവന് ഇനി കുറച്ചു നേരം കൂടെ ഫൈറ്റ് ചെയ്തേനെ. അതെ അതെ, ഫൈറ്റ് ചെയ്തേനെ. അതിന് മുമ്പ് നമ്മുടെ ക്യാമറമാൻ വലിച്ച് കരയെ കയറ്റി കഴിച്ചു. പൊളി പൊളി പൊളി. ഇത് നമ്മുടെ ഫേവറേറ്റ് ലൂർ കേട്ടോ. മൂന്ന് ഹുക്ക് അത്ര അടിച്ച് അവൻ കയറ്റിയില്ലേ, പുറകെയാണ്. അപ്പൊ എന്ത് ഫോളോ അവൻ ചെയ്തെന്ന് ആലോചിച്ചോളാം. സീനടി അടിച്ചേക്കുന്നത്. കട്ടിക്കുന്ന കട്ടിയാ. മുക്കരത്തിന് വിളിച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ ചെമ്പിൽ അടിച്ചു അതെങ്ങനെ ഇട്ട് നമ്മുടെ സാധനം കേട്ടാ. ഹെവി ചെമ്പല്ലി. അതിന്റെ ഫുൾ വീഡിയോ കാണാതെ കയറി നോക്കിയാ ചേട്ടാ, സീ വീഡിയോ ആയിരിക്കും കേട്ടാ. പൊളിപ്പൊളി. അപ്പൊ നമ്മള് വേമ്പനാട്ട് കായലിലോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഫിഷിങ് തുടരുവാണ്. നമുക്ക് നല്ല വാളയോ ചെമ്പല്ലിയോ കാളാഞ്ചിയോ കിട്ടും.
കാളാഞ്ചി കിട്ടാനാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. നമുക്ക് കാളാഞ്ചി കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ചെമ്പല്ലി കൺഫേം ആണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി ഇനി ഫിഷിങ് ചെയ്യാം. എന്താ പറയണ്ടേ ഇപ്പം, എന്റെ കിടിലാന്ന് പറയാ ഗൈസ്. നമുക്കൊരു കിടിലൊരു സാധനം കൂടെ അടിച്ചു കഴിഞ്ഞാൽ സന്തോഷം. കുറച്ച് സാധനം അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, അടിപൊളി ഭംഗിയാർന്ന കാഴ്ചയാണ് കേട്ടോ ചുറ്റും മൊത്തം. ഇപ്പോൾ വേമ്പനാട്ട് കായലിന് കുറുകെ ഒരു പാലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അടിപൊളി വിഷ്വലാണ്. ഇതുപോലെ വള്ളത്തെ നിന്ന് കാണാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചാണ്. ഫുള്ള് ഗൈസ് കടൽ പോലെ കിടക്കുക ഗൈസ്. എവിടെ ചൂണ്ടായിരുന്നടാ? എവിടെ ചൂണ്ട? മീനെ പിടിക്കാനല്ലടാ, അത് മീനെ വളർത്താനായിട്ടാ. പയ്യനൊന്നും അറിയത്തില്ല, പയ്യനെ പഠിപ്പിച്ചെടുക്കണം. എൻ്റെ അടിയിലൊക്കെ നല്ല ചെമ്പല്ലി കാണും, കാളാഞ്ചി. അതുകൊണ്ട് പൊടിമീൻ നിൽക്കുന്നുണ്ടോ? ഓ, ഒരു രക്ഷയില്ല പറയാൻ. രണ്ടുപേരും അവിടെ ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. റെസ്റ്റ് എടുക്കുക, എല്ലാരും റെസ്റ്റ് എടുക്കുക. ഗൈസ്, അപ്പം നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളൊരു തുരുത്തിലോട്ട് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി തുരുത്താണ്. ഇതാ ഇതിലിങ്ങനെ പോകണം കണ്ടോ. ഈ വഴിയാ? ഓ എൻ്റെ മോനെ, വിഷയം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ എൻ്റെ മോനെ അടിപൊളി വീശില്ല കേട്ടോ. സത്യത്തിൽ ഈ ബ്രോയുടെ കൂടെ ഒക്കെ വന്നിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നൈസ് മൂടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്ലേസിലാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെ ഫിഷും കിട്ടും കേട്ടോ, മീനും കിട്ടുന്ന രീതിയിലാണ് ഇവരെ നമ്മളെ കൊണ്ട് പോകുന്നത്. പുല്ല് കയറി കിടക്കുന്ന വേറെ വിശേഷ മീനാണ് കേട്ടോ. നട്ട് വെച്ചേക്കുന്നതുണ്ട്, പക്ഷെ തന്നെ വളർന്നതാണ്. ഇവിടില്ലേ, ഇവിടെ എന്തോ ഒരു ടാങ്ക് പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ ഇത് സീര്, ഇത് പൊളിക്കുന്നു എൻ്റെ മോനെ. ഓ ഇത് മോളി വിഷയമായിട്ടോ എൻ്റെ മോനെ. ആ അത് സീന, അവിടുത്തെ ആ സ്പോട്ട് സൺസെറ്റ് വരുന്നതാ. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ ഫിഷിങ്ങിന് പോകുമ്പോൾ ഇത്രയും ഒരു അടിപൊളി പ്ലേസിലോട്ട് വരുന്നുണ്ടോ. ഇത് സെയിം പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്ലേസ് ആണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. കണ്ടു നിന്നു പോകും. ഞങ്ങളവിടെ നിന്ന് നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഇല്ല, ഇവിടെ പോലീസ് ആയിട്ടാ. കറക്റ്റ് കറക്റ്റ് താഴെ സമയത്ത് അവിടെ അവിടെ ആ മരങ്ങൾ കടയിലോട്ട് പോകുമ്പോ അല്ലേ സീന. ഇപ്പൊ തന്നെ വേറെ റേഞ്ചാ. അതാ ഞാൻ ഇപ്പൊ തന്നെ പെക്കൂടി വെച്ചെന്ന് നോക്കി. കുറച്ചുകൂടി നമുക്ക് ഡൗൺ ലൈറ്റ് എന്റെ മോനെ. ഇത് വേമ്പനാട് കായൽ. ഇപ്പൊ ഇത് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിൽ ഒരു വിഷയമാണ്. സെയിം വൈബ് എന്ന് പറയാൻ, സെയിം വൈബ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോ ഹോം സ്റ്റേയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് 7 പേര് കയറുന്നില്ലേ, 7 പേർക്ക് ലൈസൻസ് ഉള്ള ബോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വന്ന് ട്രാവലൊക്കെ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. ഫിഷിങ് വിത്ത് ട്രാവല്, ഫാമിലി എല്ലാവർക്കും വരാൻ പറ്റിയൊരു സൈറ്റാണ്. പിന്നെ അല്ല പൊളിച്ചെടുക്കാൻ പറ്റിയൊരു സൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിളി പോയിരിക്കുക. ഈ അതുപോലത്തെ വിഷയം കേട്ടോ ഫിഷിങ്ങിന് വന്നിട്ട് ഇത്രയും നാളായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാതെ
കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. എന്തായാലും നമ്മളെല്ലാം പോയി കാണും കേട്ടോ. കാരണം ഫിഷിങ്ങിന് വരാൻ നേരത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നൊരു കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് മൊത്തം. പിന്നെ ഇതുപോലെയുള്ള കണക്ഷൻസ് കുറെ കമ്പനി നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പൊ ഈ ഫിഷിങ്ങിൻ്റെ അകത്ത് അവിടെ ഇവിടെ എല്ലാം പോകുമ്പോൾ നമുക്ക് കുറെ കമ്പനിക്കാരെ കിട്ടുന്നുണ്ട്. അതൊക്കെ വേറെ വേറെ റേഞ്ച്. അവിടെയൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തന്നെ തീർക്കണം, അല്ലാതെ വേറെ ഒന്നും ഇല്ല. സീം വൈബ് എന്ന് പറഞ്ഞാൽ സീം വൈബ്. ഓ, അതിൻ്റെ കൂടെ നമുക്ക് 3 മീനേയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ചെമ്പല്ലിയും കിട്ടി, 1 വാഗയും കിട്ടി. ഇനി നമ്മൾ ഫിഷിങ് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മൂവാറ്റുപുഴയാറൊക്കെ കയറില്ല. മൂവാറ്റുപുഴയാറൊക്കെ പറഞ്ഞാൽ നമ്മൾ മാജിക് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് നമ്മൾ വിസിറ്റ് ചെയ്യും. അത് ഞാൻ പറയില്ല, കായലിന്റെ സെന്ററിൽ നമുക്ക് കായലിന്റെ ഒത്ത നടുക്ക് നമുക്ക് ഇത്ര വെള്ളം ഉണ്ടാവും. അത് നീ വണ്ടറാൻ പോലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറ്റുവായിരുന്നുണ്ടെങ്കിൽ അവിടെയും പോയിട്ട് നമുക്ക് നേരെ മൂവാറ്റുപുഴ ആറ്റി കയറി നേരെ നമ്മുടെ റിട്ടേൺ ഹോം സ്റ്റേയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് അടുത്തോട്ട് പോവാം. മൊത്തം എൻ്റെ ചോട്ടി നിൽക്കുന്നൊരു വ്യൂ. എൻ്റെ മോനെ, ഇതൊന്നും പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. ഈ അങ്ങക്കരെയൊക്കെ ചെറിയൊരു തുമ്പ് പോലെ കാണത്തുള്ളെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അതൊന്നും പറയാനില്ല. ഇതുണ്ടോ, ചുറ്റും കായൽ, ഒരു തുരുത്ത് മാത്രം നടക്കും. വിഷയം തോന്നുന്നു. അങ്ങോട്ട് 2 ഏട്ടന്മാർ വള്ളത്തേൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ആ ദൂരക്കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ സീനാണ്. ഇവിടെ വന്നിട്ട് ഡ്രോൺ വിഷയം കൂടെ നമ്മൾ വിടയ്ക്കുന്നുണ്ട്. എൻ്റെ മോനെ, വിഷയ സ്ഥലം. ഇത്ര ഹാപ്പി ആയിട്ട് ഫിഷിങ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്ത് ഫിഷിങ് ചെയ്തിട്ട് ഇത്ര ഹാപ്പി ആയിട്ടുള്ളൊരു ഫിഷിങ് ഉണ്ടല്ലോ, അതിതായിരുന്നു കേട്ടോ. ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ചിലപ്പോൾ ഈ ഒരു കാഴ്ച കാണാനായിരിക്കും. എൻ്റെ പൊന്നോ, ഇവര് വലിയൊരു കായലിന്റെ നടുക്ക് വന്നിട്ട് എന്നോട് പറയാം ചാടി ഇറങ്ങാൻ. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഇത്രയേ ഉള്ളൂ വെള്ളം. ചുറ്റും കായല്. ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ റൈറ്റ്. അപ്പൊ അവരൊക്കെ കൂടിയാണ് അടി മൊത്തം കാക്കേ ആണ്. പൊളി. നല്ല ആക്ടിവിറ്റിയാണ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇതിനും വെള്ളം കുറയുമോ? ഇതിപ്പോ വേലിയേറ്റാണ്. കുറച്ച് സ്ഥലമുണ്ട്. ഇപ്പൊ വേലിയേറ്റാണ് അടിയിലൊരു തണുപ്പ് മണ്ടയ്ക്ക് ചൂടാണ്. ഒരു രക്ഷയില്ല. ഇവിടെ പറഞ്ഞ കഴിച്ച് നിങ്ങൾ മീൻ പിടിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് നേരം ഇവിടെയൊക്കെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണും. ഇപ്പൊ സൂര്യനാണ് കാണുന്നത്.
ഗൈസ് അങ്ങനെ നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് മച്ചാൻ്റെ ഹോം സ്റ്റേയിലോട്ട് വന്നായിരുന്നു കേട്ടോ. ഇതാണ് ബ്രോയുടെ ഹോം സ്റ്റേ. ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു താമസം കേട്ടോ. അടിപൊളി റൂമായിരുന്നു. അതുപോലെ കിച്ചണുണ്ട്. നമുക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തേ ബ്രോ. അപ്പം ഇത് കിച്ചണ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഡൈനിങ്ങിനുള്ളതുണ്ട്, ഷോട്ട് കേസ്. അതേപോലെ ഇത് ബാത്റൂമാണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമും അടിപൊളി ഒരു ഹോം സ്റ്റേ തുടങ്ങിയേക്കുന്നത് കേട്ടോ. അതേപോലെ നിങ്ങൾ രാവിലത്തെ വ്യൂ കണ്ടതല്ലേ. ഇതാണ് റൂം നമ്മുടെ. ഇവിടാണ് നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ബ്രോയുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. ഹോം സ്റ്റേ ആണ് ഇത്. അപ്പോൾ ബ്രോ അടിപൊളിയായിരുന്നു. പരിപാടിയെല്ലാം സൂപ്പറായിരുന്നു. നമ്മൾ പൊളിച്ച് പിന്നെ അല്ലാതെ. അപ്പം നമുക്ക് എന്തായാലും ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആദർശ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടി കാണുന്നു, മീനെയൊക്കെ കാണുന്നതൊക്കെ ആൾ ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവനെ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണിക്കാനുണ്ട്. അതുപോലെ ഫിഷിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവന് പഠിച്ചു വരാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രോയുടെ കൂടെ വന്ന് ഫിഷിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രോയുടെ കോണ്ടാക്റ്റും അതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നേരെ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പം ബ്രോയെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഫിഷിങ് ചെയ്യാം. ഫിഷിങ് മാത്രമല്ല, ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ റേഞ്ച് സീനാണ്. കായലിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ. ഓക്കെ.